ഹോക്കിയിലെ മികവിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ രണ്ടാം ഘട്ട പഠന കായിക പരിശീലനത്തിന് കേരളത്തിൽ നിന്ന് അർഹത നേടിയ ഒരു മിടുക്കിയുണ്ട് വൈക്കം ചാലപ്പറമ്പിൽ. വടക്കേനട സർക്കാർ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും ചാലപ്പറമ്പ് കിഴക്കേ പെരുമ്പള്ളിത്തറ സനീഷ് കുമാറിന്റെയും ദീപയുടെയും മകളുമായ ദിയ സനീഷാണ് ആ താരം. സായി കേരള വിഭാഗത്തിന്റെ തമിഴ്നാട്, കേരളം, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് പങ്കെടുത്ത കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 3 പേരിൽ ഒരാളാണ് ദിയ. സായിയുടെ കീഴിൽ കൊല്ലം SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിങ്കളാഴ്ച ദിയ പഠനവും കായിക പരിശീലനവും തുടങ്ങും. +2 വരെ സൗജന്യമായാണ് ദിയയുടെ പഠനവും മികച്ച കായിക പരിശീലനവും കൊല്ലം സായിയുടെ കീഴിൽ ഇവിടെ നടക്കുന്നത്. 7ാം ക്ലാസ് വെച്ചാണ് കുട്ടി ഇതിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ച് വന്നത്. വടക്കേനട സ്കൂളിലാണ്, അത് ഗേൾസ് സ്കൂളിലാണ്. ജോമോൻ സാറിൻ്റെ കീഴിലാണ് ഇത് പ്രാക്ടീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുറകെ നമ്മുടെ ഇപ്പോൾ കുട്ടി 9ാം ക്ലാസ്സിലാണ്. കാവ്യ ടീച്ചറും ഇതിന് സഹായകരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. 18ഓളം കുട്ടികളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരം, കണ്ണൂർ അങ്ങനെയുള്ള എല്ലായിടത്തു നിന്നൊക്കെ കുട്ടികളുണ്ടായിരുന്നു. 2 വർഷം മുമ്പാണ് ജോമോൻ ജേക്കബ് എന്ന കായിക അധ്യാപകന്റെ കീഴിൽ സ്കൂളിൽ ദിയ ഹോക്കി പരിശീലനം തുടങ്ങിയത്. കളിയിലെ മികവും താല്പര്യവും കണ്ട് മാതാപിതാക്കളും ഒപ്പം നിന്നു. പഠിത്തവും കളിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം. എൻ്റെ ലക്ഷ്യം ഇന്ത്യൻ ടീമിൽ കയറണമെന്നാണ്. മാതാപിതാക്കളുടെ സുഹൃത്തു വഴി കണ്ട പരസ്യം മുഖേനയാണ് സായിയുമായി കൂടിക്കാഴ്ചയ്ക്ക് പോയത്. അവിടെ നടന്ന ഇന്റർവ്യൂവിലും കായികക്ഷമതാ പരിശീലനത്തിലും മികവോടെ പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് സായിയുടെ 2ാമത്തെ സെലക്ഷനിൽ കേരളത്തിലെ ഏക വിദ്യാർത്ഥിയായി ദിയ മാറിയത്. ദിയയുടെ അർപ്പണബോധവും മികച്ച പരിശീലനവും കൂടിയാവുമ്പോൾ കേരളത്തിന് ഒരു ഹോക്കി താരത്തെ കൂടി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും സ്കൂൾ അധികൃതരും. കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഇതിൽ ഒരാൾക്കേ വന്നിട്ടുള്ളൂ. ബാക്കി 2 തമിഴ്നാട്ടിലെ കുട്ടികളാണെന്നാണ് അറിവ്. ഹോക്കിയിൽ ഇന്ത്യൻ താരമാകണമെന്ന ആഗ്രഹവുമായി ദിയ മികച്ച പരിശീലനത്തിനായി തിങ്കളാഴ്ച തുടക്കം കുറിക്കും. ന്യൂസ് ടീം, വൈക്കം വാർത്ത.